തൃശൂർ നഗരത്തിൽ മിന്നൽ പ്രളയം. തൃശൂർ അക്വാട്ടിക് ലൈനിലെ 10ഓളം വീടുകളിൽ വെള്ളം കയറി. നിരവധി വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചു. ഇക്കണ്ടർ വാറിയർ റോഡിലും മുണ്ടുപാലം റോഡും കനത്ത വെള്ളക്കെട്ടിലായി. ജില്ലയിലെ മലയോര മേഖലയെ വിറപ്പിച്ച് കനത്ത മഴ. പാലപ്പിള്ളിയിലും വെള്ളിക്കുളങ്ങരയിലും നിരവധി വീടുകളിൽ വെള്ളം കയറി. കല്ലൂർ കിഴക്കൻ മേഖലയിൽ മണ്ണിടിച്ചിൽ. പുത്തൂരിൽ പ്ലാസ്റ്റിക് കമ്പനിയിൽ വെള്ളം ഇരച്ചു കയറി ലക്ഷങ്ങളുടെ നഷ്ടം. ചേലക്കരയിൽ മലവെള്ളപ്പാച്ചിൽ. ആറ്റൂർ കമ്പനിപ്പടി പരിസരത്താണ് അതിശക്തമായ മലവെള്ളപ്പാച്ചിലുണ്ടായത്. ചേലക്കര പ്ലാഴി സംസ്ഥാന പാതയിൽ വാഹന ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. ശക്തമായി വീശിയടിച്ച് കടൽക്കാറ്റ്. മത്സ്യബന്ധന യാനകൾ കരയിലേക്ക് മടങ്ങിത്തുടങ്ങി. കനത്ത മഴയിൽ പുഴകളിലും ജലനിരപ്പ് ഉയർന്നു. മുള്ളൂർക്കര ആറ്റൂരിൽ കാട്ടാന ഇറങ്ങി യുവതിയെ ഓടിച്ചു. അസുരൻകുണ്ട് വനമേഖലയിൽ നിന്നിറങ്ങിയ കാട്ടാനയാണ് പമ്പ് ഓപ്പറേറ്ററെ ഓടിച്ചത്. പേരാമംഗലത്ത് സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് 3 വാഹനങ്ങളിൽ ഇടിച്ചു. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്ത് ലോറി കുഴിയിൽ വീണ് ചരിഞ്ഞു. നമസ്കാരം. വാർത്തകൾ വിശദമായി. തൃശൂർ നഗരത്തിൽ പെയ്ത അതിശക്തമായ മഴയിൽ പല റോഡുകളിലും അതിരൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. അശ്വിനി ആശുപത്രിക്ക് സമീപമുള്ള നിരവധി വീടുകളിൽ വെള്ളം കയറി. പുലർച്ചെ മുതൽ തുടങ്ങിയ കോരിച്ചൊരിയുന്ന മഴയിലാണ് നഗരത്തിലെ പല ഭാഗത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. അശ്വിനി ആശുപത്രിക്ക് പിൻവശമുള്ള അക്വാട്ടിക് ലൈനിലുള്ള 10ലേറെ വീടുകളിൽ വെള്ളം കയറി. ഇവരെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചു. ഇവിടെ ഇതിൻ്റെ ഉള്ളിലൊരു 8-10 വീട്ടുകാരാണ് ഉള്ളത്. നമുക്കിവിടെ അശ്വിനി ഹോസ്പിറ്റലിൻ്റെ ബാക്ക് സൈഡ് അക്വാറ്റിക്സ് ലൈൻ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങിയ ഈ ഒരു വലിയ മഴയ്ക്ക് ടൗണിൽ നഗരത്തിൽ നിന്നുള്ള വരുന്ന വെള്ളം മുഴുവനും ഈ വഴി കൂടിയാണ് നമുക്ക് പുറത്തേക്ക് പോവാറ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഈ വീടുകളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുള്ളൊരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഇവരൊക്കെ മാറ്റിപ്പാർപ്പിക്കാനുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. മാറുന്നുണ്ട്. ചിലവരൊന്നും വരാനായിട്ട് കൂട്ടാക്കിയിട്ടില്ല. ചിലരൊക്കെ വീട്ടിൽ തന്നെ നിൽക്കുന്നുണ്ട് അവിടെ. ഓരോ മഴക്കാലത്തും വെള്ളം കയറുന്ന പ്രദേശമാണ് അശ്വിനി ആശുപത്രി പരിസരം. വെള്ളക്കെട്ടിലകപ്പെട്ട വീട്ടിൽ നിന്നും വയോധികനെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് വീടിന് പുറത്തെത്തിച്ചു. ഇത്തവണ വെള്ളം കയറാതിരിക്കുവാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് കോർപ്പറേഷൻ അധികൃതർ ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും അതൊന്നും യാഥാർത്ഥ്യമായില്ലെന്ന് ആക്ഷേപമുണ്ട്. ഭാഗത്തുള്ള വീടുകളിലാണ് കയറിയിട്ടുള്ളത്. രാവിലെ തുടങ്ങിയ മഴയത്ത് ആണ് ഉണ്ടായത്. 1.5 മണിക്കൂർ മഴ പെയ്യുമ്പോഴേക്കും ഇത് കയറി. അങ്ങനെയാണ് ഇവിടെ വന്നത്. 10-16ഓളം വീടുകളുണ്ട്. അവിടെ എല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. വീടിൻ്റെ അകത്തേക്കും കയറിയിട്ടുണ്ട്. ആൾക്കാരിപ്പോൾ മാറ്റി. പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് മാറാൻ വന്നിട്ട് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്നുണ്ടായ മഴത്താണ് ഉണ്ടായെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഇനി ഏത് സമയത്ത് മഴ കൂടാൻ വെച്ചാൽ ഭീതിൻ്റെ ആൾക്കാർക്ക്. വെള്ളം പെട്ടെന്നാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒന്ന് കുറഞ്ഞൊന്നുണ്ടെങ്കിലും മഴ കൂടുമ്പോൾ ആൾക്കാർക്ക് പേടിയുണ്ട്. ശക്തമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെ തുടർന്ന് മേയർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. പൂങ്കുന്നം, പെരിങ്ങാവ്, ഇക്കണ്ട വാരിയർ റോഡ് തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. മഴയുടെ ശക്തി കുറഞ്ഞതോടെ വെള്ളം ഇറങ്ങിത്തുടങ്ങി. അശ്വിനി ആശുപത്രിക്ക് സമീപം രൂപപ്പെട്ട വെള്ളക്കെട്ട് മൂലം പ്രദേശവാസികൾ പകർച്ചവ്യാധി ഭീഷണിയിൽ. മഴ ഒന്ന് ശക്തമാവുമ്പോഴേക്കും തൃശൂർ നഗരത്തിലെ വെള്ളക്കെട്ടും അതുമൂലമുണ്ടാകുന്ന ദുരിതവും പതിവ് കാഴ്ചയാവുകയാണ്. ഇപ്പോൾ മുണ്ടുപാലം ഇത്രയേറെ വെള്ളക്കെട്ടുണ്ടായിരുന്നു. സമീപ പ്രദേശങ്ങളിലെ വീടുകളിലേക്ക് വരെ വെള്ളം കയറി. ഇപ്പോഴും മുട്ടിനൊപ്പം വെള്ളമാണ്. ഇവിടെയുള്ള ആളുകളെ എല്ലാം മാറ്റിയിരിക്കുകയാണ്. സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വയസ്സായവരെ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും വെള്ളത്തിലേക്ക് എത്തി. വീട്ടിലുള്ളവരെല്ലാം മാറ്റി. അമ്മ ഹോസ്പിറ്റലാണ്. മോളെ അങ്ങോട്ട് ലാബിൻ്റെ അവിടേക്ക് മാറ്റി. മോൻ ക്ലാസ്സിൽ പോയിക്കണം. ഞാനാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം, നേരത്തെയും അശ്വിനി ആശുപത്രിക്ക് സമീപം കനാലിലെ തടസ്സം മൂലം വലിയ വെള്ളക്കെട്ടുണ്ടായിരുന്നു. പിന്നീട് അതിന് ഇടവേളയിൽ ആ വെള്ളക്കെട്ട് ഒഴിവായൊരു സാഹചര്യം ഉണ്ടായിരുന്നു. വീണ്ടും ഇങ്ങനെ വെള്ളക്കെട്ട് വരാൻ എന്താവും കാരണം? എല്ലായിടത്തും ബ്ലോക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ ടൗണിൽ പെയ്യുന്ന എല്ലാ വെള്ളം ഈ വഴിക്കാണ് വരിക. പെട്ടെന്ന് വെള്ളം കയറി വരുന്നത്. എന്തെങ്കിലും ബ്ലോക്ക് എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും.
ആ ദൃശ്യങ്ങളിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അകത്തേക്കുള്ള ആ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടാൽ മുട്ടറ്റം വെള്ളം അകത്തും അനുഭവപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണിത്. ഇത് അശ്വിനി ആശുപത്രിക്ക് സമീപം മാത്രമല്ല, തൃശ്ശൂർ നഗരത്തിന്റെ വിവിധ മേഖലകളിൽ കനത്ത വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല, ഈ തൃശ്ശൂർ നഗരത്തിലെ അഴുക്കുചാലുകളിലും മറ്റുമെല്ലാം കലങ്ങി മറിഞ്ഞ വെള്ളം വരുമ്പോൾ പകർച്ചവ്യാധി ഭീഷണി കൂടി ഇവിടെ നേരിടുന്നുണ്ട് എന്ന ഒരു ഭീഷണി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രദേശവാസികൾ ഭീതിയിലാണ്. ഒരു ആശങ്ക അവർ തന്നെ നമ്മളോട് പങ്കുവയ്ക്കും. വെള്ളം എത്ര വരെ? ഇതിപ്പോൾ ഈ ഒരു അളവിൽ ഇവിടെ വരെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇറങ്ങുകയാണെങ്കിൽ ഈ ഒരു അരയ്ക്കൊപ്പം വെള്ളം വന്നിട്ടുണ്ട്. ഇതിപ്പോൾ 7 മണിക്ക് പെയ്ത മഴയാണ്. 7 മണിക്ക് പെയ്ത മഴയാണ്. കണ്ടിന്യൂസ് ആയിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കൊല്ലം ഇതേപോലത്തെ അവസ്ഥയാണ്. കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഫുള്ള് ബ്ലോക്കാവും, വീടുകളിലേക്കൊക്കെ വെള്ളം കയറും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഉണ്ടായത്. കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ കൊല്ലവും പറയുന്നൊരു കാര്യമാണ്. ഇവിടെ കോറായിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മുടെ തൃശ്ശൂരിൻ്റെ സെൻറ്റർ ഓഫ് സിറ്റി ആണല്ലോ. അപ്പോൾ ഇത്രയും ആയിട്ടൊരു സൊല്യൂഷനും ഇതുവരെ നമുക്ക് ഉണ്ടായിട്ടില്ല. അത് എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാവാതിരിക്കുന്നതെന്ന് നമ്മൾ പറയേണ്ടവരടുത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നിവേദനം എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. കളക്ടറിൻ്റെ അവിടെ വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ആശങ്ക അവർ പങ്കുവയ്ക്കുകയാണ്. കാരണം ഇത് ഒരു തവണ മാത്രമല്ല, തുടർച്ചയായി പലപ്പോഴും കനത്ത മഴ പെയ്യുമ്പോൾ വലിയ വെള്ളക്കെട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ താമസിക്കാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം കൂടിയാണ് ഇവർ ഈ ആശങ്ക പങ്കുവയ്ക്കുന്നത്. തൃശൂർ മുണ്ടുപാലം റോഡിലെ വെള്ളക്കെട്ടിൽ നിരവധി ചെറുവാഹനങ്ങൾ തകരാറിലായി. മഴക്കാലപൂർവ്വ ശുചീകരണം കാര്യക്ഷമമായി നടപ്പാക്കില്ലെന്ന് ആക്ഷേപം. മഴ ഒന്ന് ശക്തമാവുമ്പോഴേക്കും തൃശ്ശൂർ നഗരത്തിലെ വെള്ളക്കെട്ടും അതുമൂലമുണ്ടാകുന്ന ദുരിതവും പതിവ് കാഴ്ചയാവുകയാണ്. ഇപ്പോൾ മുണ്ടുപാലം റോഡിലെ ദൃശ്യമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇതിലൂടെ വാഹനങ്ങൾ പോകുന്നത് കാണാൻ സാധിക്കും. ചെറിയ വാഹനങ്ങൾ ധാരാളമായി പോവുകയും ഇതേസമയം അത് തകരാറിലാവുകയും പലപ്പോഴും അപകടങ്ങൾ സംഭവിക്കുന്ന സ്ഥിതിവിശേഷം കൂടിയുണ്ട്. മഴ ഒന്ന് ശക്തമാവുമ്പോഴേക്കും മുണ്ടുപാലം റോഡിലെ ഈ വെള്ളക്കെട്ട് ഇത് തൃശ്ശൂർ നഗരത്തിൻ്റെ ഒരു പതിപ്പായി മാറുകയാണ്. സ്വരാജ് റൗണ്ടിൽ ഉൾപ്പെടെ മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് പതിവാവുകയാണ്. ഇതിനെ തുടർന്ന് ആക്ഷേപവും ഉയർന്നു കഴിഞ്ഞു. മഴക്കാലപൂർവ്വ ശുചീകരണം കൃത്യമായി നടപ്പാക്കാത്തത് മൂലമാണ് ഈ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് എന്നുള്ള പരാതി വ്യാപകമാണ്. ചെറിയ മഴ പെയ്യുമ്പോഴേക്കും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് അത് സമീപത്തുള്ള വീടുകളിലേക്ക് കടക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി, പ്രത്യേകിച്ച് നഗരത്തിലെ ജലം നിറഞ്ഞ കാനയിലുള്ള വെള്ളമെല്ലാം കൂടി ചേർന്നാണ് ഈ വീടുകളിലേക്കും എത്തിച്ചേരുന്നത്. അതുകൊണ്ട് പകർച്ചവ്യാധി ഭീഷണി കൂടി നിലനിൽക്കുന്നുണ്ട്. കൃത്യമായ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളില്ലാതെ മഴക്കാല പൂർവ്വകാല ശുചീകരണം കൃത്യമായി നടത്താത്തത് മൂലമാണ് ഇത്തരം സ്ഥിതി സംജാതമാകുന്നത് എന്നുള്ള പരാതി ഉയർന്നു കഴിഞ്ഞു. ഈ വെള്ളക്കെട്ടിൽ തന്നെ രാവിലെ മുതൽ ആരംഭിച്ച് ഈ വെള്ളക്കെട്ടിൽ തന്നെ ചെറുവാഹനങ്ങൾ ധാരാളം തകരാറിലായി. ബൈക്കുകളും അതുപോലെ തന്നെ ഓട്ടോറിക്ഷകളും, ചില ബൈക്കുകൾ ഈ വലിയ വെള്ളക്കെട്ടിൽ മറിഞ്ഞു വീണ് യാത്രക്കാർക്ക് പരിക്കേൽക്കുന്ന ഒരു സ്ഥിതി കൂടിയുണ്ടായി. മാത്രമല്ല, ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ട സ്ഥലങ്ങളിലെ റോഡുകളിൽ ഉണ്ടാകുന്ന ചെറിയ കുഴികൾ അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. ചെറിയ ബൈക്കുകൾ മഴ മൂലം ഇവിടെ കുഴി കാണാൻ സാധിക്കാതെ വരികയും തുടർന്ന് മറിഞ്ഞ് വീഴുകയും ചെയ്യുന്നതുണ്ടായി. നമ്മൾ കൺമുന്നിൽ തന്നെ 1-2 ബൈക്കുകൾ മറിഞ്ഞു വീഴുകയും ഒപ്പം തന്നെ അവരുടെ വാഹനങ്ങൾ തകരാറിലാവുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഈ സ്ഥിതി തുടരുമ്പോൾ തൃശ്ശൂർ നഗരവാസികൾ പ്രതിഷേധം രൂക്ഷമാക്കുകയാണ്. കാരണം മുൻകാലങ്ങളിൽ 2018 പ്രളയകാലത്ത് പോലും ഉയരാത്ത വെള്ളക്കെട്ട് പലപ്പോഴും ഈ സമയത്ത് ഉണ്ടാകുന്നു എന്നുള്ള പരാതിയാണ് അവർ ഉയർത്തുന്നത്. ഇതിന് കൃത്യമായ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളും അതുപോലെ തന്നെ ഈ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള സംവിധാനങ്ങളും ചെയ്യണം എന്നുള്ള ഒരു പരാതി കൂടി അവർ ഉന്നയിക്കുകയാണ്. ഈ വെള്ളക്കെട്ട് തുടരെയാകുമ്പോൾ ചെറിയ മഴയിൽ പോലും വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ആ വെള്ളക്കെട്ട് ഒഴിയാൻ വലിയ കാലതാമസം നേരിടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ ഇതിനുള്ള ഈ മഴക്കാല പൂർവ്വ ശുചീകരണം ഉൾപ്പെടെയുള്ള മുന്നൊരുക്കങ്ങൾ കൃത്യമായി കോർപ്പറേഷൻ നടപ്പാക്കണം എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്നത്. ഷിബി പോട്ടോറിനോടൊപ്പം മുകേഷ് ലാൽ. കോർപ്പറേഷന്റെ മഴക്കാലപൂർവ്വ ശുചീകരണം പാളിയതാണ് നഗരത്തിൽ കനത്ത വെള്ളക്കെട്ടുണ്ടാകാൻ കാരണമെന്ന് കോർപ്പറേഷൻ കൗൺസിലർ ജോൺ ഡാനിയൽ പറഞ്ഞു. കാനകളും തോടുകളും എല്ലാ വർഷവും വൃത്തിയാക്കാറുണ്ടെങ്കിലും അത് കാര്യക്ഷമമായാണോ ചെയ്യുന്നതെന്ന് പരിശോധിക്കാത്തതിന്റെ തിക്തഫലമാണ് നഗരത്തിലെ ജനങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത്. കാനകൾ കൃത്യമായി മണ്ണെടുത്ത് വൃത്തിയാക്കിയിരുന്നുവെങ്കിൽ നഗരത്തിലെ വെള്ളക്കെട്ട് ഒരു പരിധിവരെ ഒഴിവാക്കാമായിരുന്നു എന്ന് ജോൺ ഡാനിയൽ ചൂണ്ടിക്കാട്ടി. കനത്ത മഴ ഉണ്ടാകുമെന്ന് വ്യക്തമായ കാലാവസ്ഥ മുന്നറിയിപ്പ് ഉണ്ടായിട്ടും ജില്ലയിലെ സ്കൂളുകൾക്ക് ഇന്ന് അവധി കൊടുക്കാതിരിക്കുന്നതിന്റെ ജില്ലാ ഭരണകൂടം കുറ്റകരമായ കൃത്യവിലോപമാണ് കാണിച്ചതെന്നും കൗൺസിലർ കുറ്റപ്പെടുത്തി. ജില്ലയിൽ രാവിലെ മുതൽ പെയ്ത കനത്ത മഴയിൽ മണ്ണുത്തി മുക്കാട്ടുകര റോഡിൽ വെള്ളം കയറി. മുക്കാട്ടുകര പള്ളിക്ക് സമീപമുള്ള PG ഉപകനാലിൽ ചപ്പുചവറുകൾ വന്ന് അടിഞ്ഞതോടെ വെള്ളം റോഡുകളിലൂടെയാണ് കുത്തിയൊഴുകിയത്.
ശക്തമായ മഴയിൽ പാലപ്പിള്ളിയിൽ വീടുകളിൽ വെള്ളം കയറി. ഭരത ചെമ്മങ്കണ്ടം റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. കല്ലൂർ കിഴക്കൻ മേഖലയിൽ മണ്ണിടിച്ചിലുണ്ടായി. വരന്തരപ്പിള്ളി പഞ്ചായത്തംഗം MB ജലാൽ, അരീപ്പുറം മൈമൂന, വലയംപറമ്പിൽ നാണി എന്നിവരുടെ വീടുകളിലാണ് വെള്ളം കയറിയത്. റബ്ബർ എസ്റ്റേറ്റിൽ നിന്ന് കുത്തിയൊലിച്ചെത്തിയ വെള്ളം വീടുകൾക്കും ചുറ്റും എത്തുകയായിരുന്നു. റബ്ബർ തോട്ടത്തിൽ കാന തീർത്ത് വെള്ളം ഒഴുക്കിവിടണമെന്ന് നാട്ടുകാർ പലതവണ ആവശ്യപ്പെട്ടിട്ടും തോട്ടം മാനേജ്മെന്റ് അധികൃതർ നടപടിയെടുക്കാതെയാണ് വെള്ളക്കെട്ടിന് കാരണമായതെന്ന് ആക്ഷേപമുണ്ട്. മഴ ശക്തമായി തുടരുന്നതോടെ മലമുകളിൽ നിന്നെത്തുന്ന വെള്ളം കൂടുതലായി വീടുകളിൽ എത്തുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. മഴ ശക്തമായതോടെ വരന്തരപ്പിള്ളി റോഡിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. കല്ലൂർ ഭരത ചെമ്മങ്കണ്ടം പ്രദേശത്ത് വീടുകളിൽ വെള്ളം കയറി. തോടിന്റെ വശങ്ങൾ ഇടിഞ്ഞാണ് പറമ്പുകളിലേക്ക് വെള്ളം കയറിയത്. പ്രദേശത്തെ വാഴത്തോട്ടങ്ങളിൽ വെള്ളം കയറി വ്യാപകമായി കൃഷി നശിച്ചു. ഭരത ചെമ്മങ്കണ്ടം റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. കല്ലൂർ കിഴക്കൻ മേഖലയിൽ മണ്ണിടിച്ചിലുണ്ടായി. മാവിൻചുവട് പുല്ലൂട്ടി റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിടിഞ്ഞ് റോഡിലേക്ക് വീണ് ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കല്ലൂർ അയ്യംകോട് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. വെള്ളിക്കുളങ്ങര പോത്തൻചിറയിൽ അതിതീവ്രമായ മഴയിൽ വീടുകളിൽ വെള്ളം കയറി. പോത്തൻചിറയിലെ 6ഓളം വീടുകളിലാണ് വെള്ളം കയറിയത്. പോത്തൻചിറയിലെ പോട്ടോക്കാരൻ രാമായി വീടു നിർമ്മാണത്തിനായി സൂക്ഷിച്ചിരുന്ന 2 ലോഡ് മണലും മെറ്റലും കുത്തിയൊലിച്ചു പോയി. വീടുകളുടെ തറനിരപ്പ് വരെ വെള്ളം ഉയർന്നുവെങ്കിലും പിന്നീട് ഇറങ്ങി. പ്രളയകാലത്ത് പോലും ഈ ഭാഗത്ത് ഇങ്ങനെ വെള്ളം ഉയർന്നിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. വെള്ളിക്കുളങ്ങര വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് മെമ്പർ KR ഔസേബ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. പുത്തൂർ ഒല്ലൂർ മേഖലകളിൽ റോഡുകളിൽ വെള്ളം കയറി. മലയോര മേഖലയായ പുത്തൂരിൽ പല തോടുകളും കരകവിഞ്ഞൊഴുകി. പുത്തൻകാട് കരിമ്പനച്ചിറ റോഡ് വെള്ളക്കെട്ടിലായി. ഇതേ തുടർന്ന് 20ഓളം വീടുകളിൽ വെള്ളക്കെട്ട് ഭീതിയിലായി. വെട്ടുകാട് റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. വെട്ടുകാട് തമ്പുരാട്ടി മൂല റോഡ് വെള്ളത്തിൽ മുങ്ങി. സമീപത്തെ പ്ലാസ്റ്റിക് കമ്പനിക്കുള്ളിലും വെള്ളം ഇരച്ചുകയറി. 1 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ഒല്ലൂർ ചീരാഞ്ചി റോഡിലും പുത്തൻപാടത്തും റോഡുകളിൽ കനത്ത വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത്. വേറെ പ്രശ്നമൊന്നുമില്ല. വീരുമുങ്ങൾ ചേലക്കര വാഴക്കോട് റോഡിൽ ആറ്റൂർ കമ്പനിപ്പടി പരിസരത്ത് അതിശക്തമായ മലവെള്ളപ്പാച്ചിൽ. വാഹന ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് വാഹന ഗതാഗതം നിയന്ത്രിച്ചത്. റോഡ് നന്നാക്കിയിരുന്നുവെങ്കിലും ഈ ഭാഗങ്ങളിലുള്ള കാനകൾ വൃത്തിയാക്കാതിരുന്നതാണ് ഇത്രയും രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. കടലിൽ ശക്തമായ കാറ്റടിക്കുന്നു. മത്സ്യബന്ധന യാനകൾ കരയിലേക്ക് മടങ്ങിത്തുടങ്ങി. റെഡ് അലർട്ട് മുന്നറിയിപ്പ് നിലനിൽക്കുന്ന തൃശൂർ, എറണാകുളം ജില്ലകളുടെ തീരത്ത് അതിശക്തമായ കടൽക്കാറ്റ് വീശുകയാണ്. മത്സ്യബന്ധനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും ഇന്നലെയും ഇന്നുമായി കടലിൽ പോയ യാനകൾ കാറ്റ് ശക്തമായതിനെ തുടർന്ന് തീരത്ത് മടങ്ങിയെത്തി. അഴീക്കോട്, മുനമ്പം, അഴിമുഖം വഴി 100 കണക്കിന് വള്ളങ്ങളാണ് മത്സ്യബന്ധനത്തിന് പോകുന്നത്. മത്സ്യത്തൊഴിലാളി സാധാരണ എല്ലാ വർഷവും ഉണ്ടാകുന്നതിനേക്കാൾ ഉപരിയായിട്ട് കാലാവസ്ഥയിൽ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസങ്ങളാണ് വന്നിട്ടുള്ളത്. ഒന്ന്, കാറ്റിൻ്റെ പ്രശ്നം. ഏറ്റവും കൂടുതൽ കാറ്റാണ്. നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് മീൻ കടലിലുണ്ടെങ്കിൽ പോലും പോയി പിടിച്ചു കൊണ്ടുവരാനുള്ള സാഹചര്യം നമുക്ക് നിലവിലില്ല. ഒരു ദിവസം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും മത്സ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത 4-5 ദിവസങ്ങളിൽ നമുക്ക് ഒന്നും ലഭിക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോഴത്തെ മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥ. കാലാവസ്ഥ ഭയങ്കര വ്യത്യാസമാണ് മത്സ്യത്തൊഴിലാളികൾ. അതുകൊണ്ട് തന്നെ നാളെ മുതൽ മിക്കവാറും ഈ കാലാവസ്ഥ തന്നെയാണെന്നുണ്ടെങ്കിൽ
വള്ളങ്ങൾ വഞ്ചികളെല്ലാം തന്നെ കെട്ടിയിടുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. 2018 ആഗസ്റ്റ് ആകുമ്പോൾ ഇത്തവണയും എന്നൊരു ഭയാശങ്ക ഞങ്ങളെപ്പോലുള്ള ആളുകളിലൊക്കെ ഉണ്ട്. ഏതായാലും എന്ത് പ്രതിസന്ധി വന്നാലും തരണം ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ കടലോര ജാഗ്രത സമിതിയും അഴീക്കോട് പോലീസ് സ്റ്റേഷനും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഏത് പ്രതിസന്ധിയും നേരിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിന് പോകാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എങ്ങും കാണാത്ത ഇപ്പോൾ കടലിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആളും ആരവും ഇല്ലാത്ത ഈ സമയത്തൊക്കെ നല്ല മത്സ്യബന്ധനം നടക്കേണ്ട ഒരു സമയമാണ്. കടലിലൊക്കെ എല്ലാ വള്ളങ്ങളും നൂറുകണക്കിന് വള്ളങ്ങളും ബോട്ടുകളൊക്കെ നിറഞ്ഞു നിൽക്കേണ്ട സമയത്ത് നമ്മൾ നോക്കത്താ ദൂരത്ത് വരെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ചലനം പോലും കടലില്ലാത്തൊരു സ്ഥിതിയാണ്. ഇത് വളരെ ഭയാശങ്ക വരുത്തുന്ന കാര്യമാണ്. സർക്കാർ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾ കടലോര ജാഗ്രത സമിതി രക്ഷാപ്രവർത്തനത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും അഴീക്കോട് ഉണ്ടാക്കേണ്ട ഏത് പ്രദേശത്തും എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. സമീപ ദിവസങ്ങളിൽ ഒന്നുമില്ലാത്തത്ര ശക്തിയോടുകൂടിയാണ് കാറ്റ് വീശുന്നത്. കിഴക്കൻ പ്രദേശത്ത് കനത്ത മഴ പെയ്യുന്നതിനാൽ പുഴയിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അഴിമുഖത്ത് പുഴ കലങ്ങി മറിഞ്ഞ നിലയിലാണ്. പടിഞ്ഞാറൻ പ്രദേശത്ത് കരയിലേക്കും കാറ്റ് വീശിയടിക്കുന്നുണ്ട്. കാലാവസ്ഥ പ്രക്ഷുബ്ധമാകുവാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റും തീരദേശ പോലീസും നിരീക്ഷണം ശക്തമാക്കി. ആവശ്യഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് കടലോര ജാഗ്രതാ സമിതിയും തയ്യാറെടുത്തിട്ടുണ്ട്. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. മുള്ളൂർക്കര ആറ്റൂരിൽ കാട്ടാനയിറങ്ങി യുവതിയെ ഓടിച്ചു. അസുരൻകുണ്ട് വനമേഖലയിൽ നിന്നിറങ്ങിയ കാട്ടാനയാണ് ഭഗവതിക്കുന്നത്ത് ജലനിധിയുടെ പമ്പ് ഓപ്പറേറ്റർ സുമിയെ ഓടിച്ചത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. ജനവാസ മേഖലയിലെത്തിയ കാട്ടാന വ്യാപകമായ കൃഷിനാശവും വരുത്തി. മതിലും ഗേറ്റും തകർത്തു. മൂന്ന് വർഷമായി കാട്ടാന ശല്യം തുടർന്നിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. നേരത്താണ് ആന ഇവിടുന്ന് ചാടിയിട്ട് അതിനെ അങ്ങോട്ട് വന്നത്. അപ്പോൾ അതിന് വൈഫ് അവിടെ വേഗം വീട്ടിൽ ഓടിക്കേറി അവിടെ ഇരുന്നു. പിന്നെ ഞങ്ങൾ ആ തിരുവ് വരെ പോണ കണ്ടു. പിന്നെ അവിടെ നിന്നാണ് മുകളിൽ കയറി ആ പറമ്പ് കൂടെ അങ്ങനെ ഇറങ്ങിപ്പോയത്. ഞങ്ങളെല്ലാവരും കൂടി ഇതിന് ചെല്ലുമ്പോഴത്തേനും ഇവിടെ ഈ മാരാത്ത് പള്ളി എന്ന് പറയും, അതിനെ ഇറങ്ങിപ്പോയി ചവിട്ടുപാടുകൾ കണ്ടു. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ മറ്റേ പാടത്ത് കണ്ടു എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ അവിടെ വീടുകളൊക്കെ വാഴ എന്തൊക്കെ നാശാക്കിയിട്ട് പറഞ്ഞിട്ട് അവിടെ നിന്ന് കുറേ വിവരങ്ങൾ കിട്ടി. സ്കൂളിൽ പോകാൻ പേടിയാണ്. ആന വരുമ്പോൾ ഇവിടെ ഫുള്ളും കാടാ. ബാക്കിൽ എന്റെ വീട്ടിന്റെ ബാക്കിലൊക്കെ ആന ഇതായിട്ടുണ്ട്. അങ്ങനെ പിന്നെ കാൽപ്പാട് വാഴ മറിച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ മതിലിന്റെ അതേനൊക്കെ പോയിട്ടുണ്ട്. പിന്നെ കാടൊക്കെ അതിന്റെ അകത്ത് കൂടെ ഇളക്കി മറിച്ച് പോയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളവിടെ പാടുണ്ട്, പാടത്തേക്ക് പോയിട്ടുണ്ട് ആന. പിന്നെ ഞങ്ങള് കണ്ടിട്ടില്ല. അപ്പൊ ആന പറഞ്ഞപ്പോ ഞാനിന്ന് വെറുതെ ഫോണിൽ നോക്കിയപ്പോ ആന അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു, ഓടിയിട്ടാ വരുന്നു. ഞാൻ കുറച്ച് അകലം ഉണ്ടായിരുന്നു, അത്ര അകലം ഉണ്ടല്ലോ. അവിടെ നിന്ന് വേഗം ഓടിയിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് കയറി. അപ്പുറത്തെ വീട്ടിൽ കയറിയിരുന്നു, ഒളിച്ചിരുന്നു ആന വരണ്ടിക്ക്. അപ്പൊ ആന അവിടെ നിന്നു. അപ്പൊ നായ കുറച്ചപ്പോ ആന അവിടെ നിന്നു. ഞാൻ കയറി തന്നെ നിന്നു. അപ്പൊ എനിക്ക് പേടിയായി. അപ്പൊ ആന ഞാൻ പോകാൻ നോക്കി കൈകാലും വച്ചിട്ടായി. അപ്പൊ ആന പോകാൻ നോക്കി ഇതുവരെ നോക്കി നിന്നപ്പോഴാണ് ഞാൻ പിന്നെ എല്ലാരും വിളിച്ചത്. ആന വരാനുള്ള ഭയങ്കര ചാൻസ് ഉണ്ടായി. നിറയെ സൈഡിലൊക്കെ വീട് കണ്ടില്ലേ, ആ വീടുകളിലൊക്കെ ബുദ്ധിമുട്ടാണ്. രാത്രി വന്നിട്ടുള്ള ശബ്ദം, രാത്രിയല്ല പുലർച്ചയ്ക്കുന്നു എന്നാണ്. അപ്പോൾ എവിടേക്ക് പോയിന്ന് കണ്ടില്ല. ശരിക്കും ഇതിനെ പോയിണ്ടാവും. പോയിട്ട് നേരെ കാട്ടിൽ കയറി എന്നാ പറയണം. നാശനഷ്ടങ്ങളൊക്കെ നമ്മൾ ഫോറസ്റ്റിൻ്റെ മാനൂർ കായംപൂവം റേഞ്ചിലുള്ള ജയപ്രസാദ് എന്ന് പറഞ്ഞ സാറിൻ്റെ ഫോറസ്റ്റ് സ്റ്റേഷനിലെ സാർമാരുടെ നേതൃത്വത്തിൽ അവർ വന്നതിൻ്റെ ജനങ്ങൾക്ക് വേണ്ട ഇതിൻ്റെ വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും നാശനഷ്ടങ്ങൾക്ക് വേണ്ടി എഴുതി കൊടുക്കുള്ള പ്രവൃത്തി പറഞ്ഞു കൊടുക്കുകയും എന്നിട്ട് എല്ലാ സ്ഥലങ്ങളും സന്ദർശിച്ചിട്ടാണ് ഇപ്പോൾ കയറിപ്പോയിട്ടുള്ളത്. ഇന്ന് പുലർച്ചയ്ക്കാണ് ഇവിടെ വന്നത്. ഇതിനെ വന്നിറങ്ങിയത് ഇതൊക്കെ നശിപ്പിച്ച് ഇങ്ങനെ നേരെ കയറിപ്പോയി. പകല് പുലർച്ചെ ഇവിടെ വെള്ളം തിരിക്കാൻ പോണവരും ഇതിനൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ഭാര്യനെ ഇറങ്ങി അവിടെ നിന്ന് വരികയായിരുന്നു. അപ്പോഴാണ് ആന അങ്ങോട്ട് കയറി പോണ്. അവളങ്ങനെ ഓടി അപ്പുറത്ത് വീട്ടിൽ കയറി അവിടെ നിന്ന് വിളിച്ച് വെള്ളം ആൾക്കാരൊക്കെ വന്നു. അപ്പോഴേക്കും ഇത് മുകളിൽ കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അതിനെ പോയടുത്തൂടെ ഒക്കെ നശിപ്പിച്ചിട്ടുണ്ട്. വാഴയും അതും ഇതൊക്കെ അങ്ങനെ ചവിട്ടി ഇതാക്കി നശിപ്പിച്ചിട്ട് പോയിക്കുന്നത്.
പേരാമംഗലത്ത് സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് 3 വാഹനങ്ങളിൽ ഇടിച്ചു. ജീപ്പിലും കാറിലും ബൈക്കിലുമാണ് ബസ് ഇടിച്ചത്. പരിക്കേറ്റ കാർ യാത്രികനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം ഭാഗത്ത് നിന്ന് വന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറത്ത് ഭാരം കയറ്റി വന്ന ലോറി കുഴിയിൽ വീണ് ആക്സിലിൽ ഒടിഞ്ഞു ചരിഞ്ഞു. നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത 66-ൽ പഴയ കോട്ടപ്പുറം ടോളിന് സമീപമാണ് സംഭവം. പെരുമ്പാവൂരിലേക്ക് മരത്തടികൾ കയറ്റി പോവുകയായിരുന്ന ലോറിയാണ് റോഡിൽ ചരിഞ്ഞത്. ലോറി എപ്പോൾ വേണമെങ്കിലും വീഴാമെന്ന നിലയിലാണ്. മുന്നറിയിപ്പ് ബോർഡുകളില്ലാത്തതിനെ തുടർന്ന് ദിശ തെറ്റിയ ലോറി പ്രധാന റോഡ് വിട്ടിറങ്ങിയതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. റോഡ് നിർമ്മാണ സമയത്ത് പാലിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ലംഘിച്ചാണ് ദേശീയപാത നിർമ്മിക്കുന്നതെന്ന പരാതി വ്യാപകമാണ്. കഴിഞ്ഞ ദിവസം അന്തരിച്ച പ്രേം നസീറിന്റെ മകനും നടനുമായ ഷാനവാസിന്റെ ഖബറടക്കം ഇന്ന് വൈകിട്ട് നടക്കും. വൃക്കാഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഇന്നലെ രാത്രി 11:50 തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 71 വയസ്സായിരുന്നു. വൈകിട്ട് 5-ന് പാളയം മുസ്ലിം ജമാഅത്ത് ഖബർസ്ഥാനിലാണ് സംസ്കാരം. ബാലചന്ദ്രൻ മേനോൻ സംവിധാനം ചെയ്ത പ്രേമഗീതങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്തെ അരങ്ങേറ്റം കുറിച്ചത്. മലയാളത്തിൽ 50-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ യുവാവിനെ കാപ്പ ചുമത്തി തടങ്കലിലാക്കി. നിരവധി കേസിലെ പ്രതി ശ്രീനാരായണപുരം പള്ളിനട സ്വദേശി ഊളയ്ക്കൽ വീട്ടിൽ സിദ്ദിഖിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ കാപ്പ ചുമത്തി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ശാരീരികക്ഷമതയും ചിട്ടയാർന്ന ജീവിതചര്യയും കൊണ്ട് പ്രായത്തെ പിന്നിലാക്കുകയാണ് ചാഴൂർ സ്വദേശിയായ ഈ കരാട്ടെ മാസ്റ്റർ. 6000-ലേറെ ശിഷ്യന്മാരുള്ള ഈ 73-കാരന്റെ കരാട്ടെ ജീവിതം ഇപ്പോഴും ഊർജ്ജസ്വലമാണ്. ട്രഡീഷണൽ ഇന്റർനാഷണൽ ഷോട്ടോക്ക് ആൻഡ് കരാട്ടെ അസോസിയേഷന്റെ ഇന്ത്യൻ പ്രതിനിധിയും മുഖ്യ പരിശീലകനുമാണ് 8th ഡാൻ ബ്ലാക്ക് ബെൽറ്റായ ചാഴൂർ സ്വദേശി ഷിഹാൻ ഉസ്മാൻ. കരാട്ടയിൽ അരനൂറ്റാണ്ട് പിന്നിട്ട ഷിഹാൻ ഉസ്മാന് കേരളത്തിലും ഇതര സംസ്ഥാനങ്ങളിലുമായി 6000-ഓളം ശിഷ്യരുണ്ട്. ഇവരിൽ 4000-ഓളം പേർ ബ്ലാക്ക് ബെൽറ്റുകളാണ്. പതിനെട്ടാം വയസ്സിൽ തുടങ്ങിയ പരിശീലനത്തിലൂടെ ടെസ്റ്റുകൾ പിന്നിട്ട് ബ്ലാക്ക് ബെൽറ്റ് നേടുമ്പോഴേക്കും ഇദ്ദേഹം കരാട്ടെ പരിശീലകനായി മാറിക്കഴിഞ്ഞിരുന്നു. കരാട്ടെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് ഡിഫെൻസ് ആണ്. അത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഇന്ന് കുട്ടികൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ, പീഡനങ്ങൾ, അതുപോലെ തന്നെ കുട്ടികളെ മയക്കുമരുന്നിനൊക്കെ അടിമയാക്കുന്ന ഒരു സമ്പ്രദായം, വളരെ രഹസ്യമായി നടക്കുന്നൊരു സമ്പ്രദായം നിലവിലുണ്ട്. അത് നിഷേധിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് കരാട്ടെ പഠനത്തിൽ കൂടെ അവർക്ക് ഏറ്റവും പ്രധാനമായിട്ട് അവർ പഠിക്കുന്നത് ഡിസിപ്ലിനാണ്, അച്ചടക്കം. സമൂഹത്തിൽ നിന്ന് പലതരത്തിൽ സ്വാധീനം കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന ആ സ്വാധീന ശക്തികളെ എങ്ങനെ നേരിടണം, ഏത് വിധത്തിൽ നേരിടണം എന്നൊക്കെ കരാട്ടയിൽ നിന്ന് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. അവരുടെ ഉദ്ദേശം ഇന്ന് കരാട്ടയിൽ ഏറ്റവും കൂടുതൽ ചെറിയ കുട്ടികൾ വരുന്നു എന്ന് പറയുന്നതിന് പ്രധാന കാരണം തന്നെ അവരുടെ ഒരു നല്ല സ്വഭാവ രൂപീകരണത്തിന് വേണ്ടിയിട്ടാണ് അവർ. അതുപോലെ ശാരീരികമായ ക്ഷമത, ഒരുപാട് നല്ല സ്കില്ല് ഉണ്ടാവാൻ കരാട്ടെ സഹായിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ കരാട്ടെ ലൈഫിലെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിക്കുന്നത്. കൂലിപ്പണി, ബസ് ടിക്കറ്റ് ചെക്കർ, നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനി ജീവനക്കാരൻ, പോലീസ് തുടങ്ങി വിവിധ കർമ്മരംഗങ്ങളിൽ മുഴുകിയപ്പോഴും കരാട്ടെ ഒപ്പമുണ്ടായിരുന്നു. ചാഴൂരിലെ സ്വന്തം പരിശീലന കേന്ദ്രത്തിൽ കുട്ടികൾക്ക് നേരിട്ട് പരിശീലനം നൽകിയും വിവിധയിടങ്ങളിൽ ശിഷ്യർ നടത്തുന്ന പരിശീലനങ്ങളിൽ മേൽനോട്ടം വഹിച്ചും ഇപ്പോഴും കരാട്ടയിൽ സജീവമാണ് ഈ മാസ്റ്റർ. ജീവിതസഖി ലത്തീഫ ബീവിയും വിവാഹിതരായ മക്കളും നൽകുന്ന പിന്തുണയും കരാട്ടയോടുള്ള ആത്മബന്ധവും സ്നേഹസമ്പന്നരായ ശിഷ്യഗണവുമാണ് പ്രായത്തെ പിന്നിലാക്കിയ ഊർജ്ജസ്വലതയുടെ കാരണമെന്നതിന് സാക്ഷ്യമാവുകയാണ് ഈ മാസ്റ്ററുടെ കർമ്മകാണ്ഡം. അരനൂറ്റാണ്ടിലേറെയായി കരാട്ടയിൽ സജീവമാണ് ഷിഹാൻ ഉസ്മാൻ. ഈ കാലഘട്ടത്തിനിടയിൽ ഈ 73-കാരന് സ്വന്തമായത് ആയിരക്കണക്കിന് ശിഷ്യരാണ്. ചാഴൂരിൽ നിന്നും ക്യാമറാമാൻ പ്രവീൺ പ്രകാശിനൊപ്പം അഗസ്റ്റിൻ, TCV ന്യൂസ്. കനത്ത മഴയെ അവഗണിച്ച് തൃശൂർ നഗരത്തിൽ ടാറിംഗ്.
കോർപ്പറേഷന്റെ കീഴിലുള്ള മാരാർ റോഡിലാണ് കനത്ത മഴയെയും അവഗണിച്ച് കരാറുകാരൻ ടാറിംഗ് നടത്തിയത്. മഴയിൽ ടാറിംഗ് നടത്തുന്നതിനെതിരെ കോൺഗ്രസ് നേതാവ് ഷാജി കോടങ്കണ്ടത്ത് പ്രതിഷേധം അറിയിച്ചതിനെ തുടർന്ന് കരാറുകാരൻ ടാറിംഗ് നിർത്തി മടങ്ങി. യുണൈറ്റഡ് നാഷണൽസിന്റെ റീജിയണൽ റിസർച്ച് ഫെലോഷിപ്പിന് എരുമപ്പെട്ടി സ്വദേശിനി ദേവാംഗ്ന സുജയ് അർഹയായി. ഈ അപൂർവ നേട്ടം കൈവരിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യക്കാരിയായിരിക്കുകയാണ് ദേവാംഗ്ന. എരുമപ്പെട്ടിയിലെ പ്രശസ്ത ഡോക്ടറായിരുന്ന സിദ്ധാർത്ഥന്റെ മകൻ ഡോക്ടർ സുജയുടെയും ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രൊഫസർ ഡോക്ടർ റിനിയുടെയും മകളാണ് ദേവാംഗ്ന. യുഎന്നിന്റെ വിവിധ പദ്ധതികളിൽ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന സൈബർ ക്രൈം വിഭാഗത്തിലേക്കാണ് റീജിയണൽ അക്കാദമി ഓൺ യുണൈറ്റഡ് നാഷണൽസ് ദേവാംഗ്നയെ തിരഞ്ഞെടുത്തത്. എല്ലാ വർഷവും 25 മുതൽ 40 വരെ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കാറുമുണ്ട്. മറ്റു രാജ്യങ്ങളിലുള്ള കുട്ടികളെ സാധാരണ അക്കാദമി സെലക്ട് ചെയ്യാറില്ല. ഇന്ത്യയിൽ നിന്നും ഇതിനു മുൻപ് 2 പേർക്ക് മാത്രമാണ് പ്രൊജക്ടിന്റെ ഭാഗമാകാൻ കഴിഞ്ഞിട്ടുള്ളത്. 2023 ദേവാംഗ്ന ഫെലോഷിപ്പിന് അപേക്ഷിച്ചിരുന്നുവെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് കിട്ടിയില്ല. തുടർന്ന് 2024 വീണ്ടും ഇന്റർവ്യൂവിൽ പങ്കെടുത്തു. മികച്ച പ്രകടനം കാഴ്ചവെച്ച ദേവാംഗ്നയെ തള്ളിക്കളയാൻ അക്കാദമിക്ക് കഴിഞ്ഞില്ല. തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് അക്കാദമിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയതെന്നും ദേവാംഗ്ന പറയുന്നു. അപ്പോൾ ഇക്കൊല്ലം എന്റെ ഇൻട്രസ്റ്റും ഇക്കൊല്ലത്തെ അവരുടെ തീമും തമ്മിൽ മാച്ചായി. അങ്ങനെയാണ് ഇക്കൊല്ലം എനിക്ക് കിട്ടിയത്. എന്റെ ഇൻട്രസ്റ്റ് ഏരിയ സൈബർ സെക്യൂരിറ്റി, സൈബർ ക്രൈം, ഡിജിറ്റൽ ഫോറൻസിക്സ്, ഡേറ്റ പ്രൈവസി. അതിൻ്റെ അകത്ത് തന്നെ സ്പെസിഫിക് ആയിട്ട് എനിക്ക് താല്പര്യം ഉണ്ടായി. ഞാൻ കാണിച്ചത് എൻ്റെ മോട്ടിവേഷൻ ലെറ്ററിൽ ചൈൽഡ് സെക്ഷൽ അബ്യൂസ് മെറ്റീരിയൽ ആണ്. അതിൻ്റെ മേലെ ഞാൻ പണിയെടുത്തതിന് മുന്നേ അപ്പോൾ അത് എൻ്റെ മോട്ടിവേഷൻ ലെറ്ററിൽ നല്ലൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടായി. എൻ്റെ ഇന്റർവ്യൂവിലും അതിനെപ്പറ്റി നന്നായി ചോദിച്ചിരുന്നു. അപ്പോൾ യുഎൻ്റെ ഈ ഒരു സ്പെഷ്യൽ പാർട്ട് ആസ് എ റിസർച്ച് ഫെല്ലോ ആണ് ഞാനിപ്പോൾ ജോയിൻ ചെയ്യാൻ പോകുന്നത്. ചൈൽഡ് സെക്ഷൽ അബ്യൂസ്, സൈബർ സെക്യൂരിറ്റി, സൈബർ ക്രൈം വിഭാഗത്തിലേക്കാണ് റിസർച്ച് നടത്തുന്നത്. സ്പെയിനിലെ ബാഴ്സിലോണയിൽ ഒക്ടോബറിൽ ഫെലോഷിപ്പ് ആരംഭിക്കും. അതിനോടുള്ള ആഗ്രഹം അല്ലെങ്കിൽ അതിനോടുള്ള ഇഷ്ടം, അതിനോടുള്ള താല്പര്യം അത്ര കണ്ടുണ്ട് എന്ന് പറഞ്ഞ് അവർക്ക് റിജക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഫെയിൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമ്മൾ ഡെസ്പ് ആവേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. പിന്നീട് ട്രൈ ചെയ്യുക, ട്രൈ അഗെയിൻ അൺടിൽ വി ഹാവ് എ സക്സസ്. വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ അവസാന വർഷ എംടെക് വിദ്യാർത്ഥിനിയാണ് ദേവാംഗ്ന. സിംഗപ്പൂരിലുള്ള ഇന്റർപോളിന്റെ ഓഫീസിലും അമേരിക്കയിലെ ടെനസിയിലുമുള്ള വിമൺ ഇൻ സൈബർ സെക്യൂരിറ്റിയിലും പ്രബന്ധം അവതരിപ്പിക്കുവാനുള്ള അവസരവും ലഭിച്ചിട്ടുണ്ട്. TCV ന്യൂസ്, എരുമപ്പെട്ടി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ പരസ്യ വിചാരണ ചെയ്ത ഭരണകൂട സംഘപരിവാർ ഭീകരർക്കെതിരെ മറ്റത്തൂർ സെക്യുലർ ഫോറത്തിന്റെ നേതൃത്വത്തിൽ കോടാലിയിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. മുൻ മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മകുൽസു അസീസ് പ്രതിഷേധ ജ്വാല തെളിയിച്ചു. TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജോയ് അധ്യക്ഷത വഹിച്ചു. ലിൻഡോ പള്ളിപ്പറമ്പൻ, TD ജയപാലൻ, MV വിജയൻ, TD സഗജൻ, ജോയ് വാസുപുരത്തുകാരൻ, സുധീർ വെള്ളിക്കുളങ്ങര എന്നിവർ സംസാരിച്ചു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് LDF നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് പ്രകടനവും പൊതുയോഗവും നടന്നു. മുല്ലത്തറയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ചാവക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം സെക്രട്ടറി CV ശ്രീനിവാസൻ അധ്യക്ഷനായിരുന്നു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ച് LDF നാട്ടിക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ജനകീയ സദസ്സ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. CPM ചേർപ്പ് ഏരിയ സെക്രട്ടറി AS ദിനകരൻ അധ്യക്ഷനായിരുന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ, LDF മണ്ഡലം കൺവീനർ KM ജയദേവൻ, NCP മണ്ഡലം പ്രസിഡന്റ് ധർമ്മരാജൻ പൊറ്റക്കാട്ട്, കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധി ഓസ്റ്റിൻ പോൾ തുടങ്ങിയവർ സംസാരിച്ചു. വിമൻ എന്റർപ്രണേഴ്സ്
നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന വെൻ തൃശൂർ കാർണിവൽ ഈ മാസം 8-ന് പുഴയ്ക്കൽ ഹയാത്ത് കൺവെൻഷൻ സെന്ററിൽ നടക്കും. വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ രാത്രി 10 വരെ നടക്കുന്ന കാർണിവൽ കല്യാൺ സിൽക്സ് CMD DS പട്ടാഭിരാമൻ, TD ദേവസി ജ്വല്ലറി MD അനിൽ ജോസ്, സീമ അനിൽ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്യും. വ്യത്യസ്ത ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും 100-ലേറെ സ്റ്റാളുകൾ, രുചികരമായ ഭക്ഷണ സ്റ്റാളുകൾ, ഫേസ് പെയിന്റിംഗ്, മൈലാഞ്ചി, കുട്ടികൾക്ക് ആർട്ട് കോർണർ, ഗെയിമുകൾ തുടങ്ങി ആകർഷകമായ സൗകര്യങ്ങളും കാർണിവലിൽ ഒരുക്കിയിട്ടുണ്ട്. കാർണിവലിൽ പ്രവേശനം സൗജന്യമായിരിക്കും. ഇതിന്റെ ഭാഗമായി തൃശൂരിൽ ആദ്യമായി നടത്തുന്ന സൈലന്റ് DJ പാർട്ടിയും ഉണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ സ്ഥാപക പ്രസിഡന്റ് മഞ്ജു തോമസ്, കിറ്റി സനൽ, സജിന ഫിറോസ്, സുൽത്താന ഫാത്തിമ, ഹർജിന്ദ കോർ എന്നിവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് ഇന്ന് സ്വർണത്തിന് വില വർദ്ധിച്ചു. പവന് 80 രൂപയും ഗ്രാമിന് 10 രൂപയുമാണ് ഇന്ന് കൂടിയത്. ഗ്രാമിന് 9,370 രൂപയും പവന് 74,960 രൂപയുമാണ്. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് സ്വർണത്തിന്റെ ഇന്നത്തെ വില. ഈ മാസം 1,760 രൂപയാണ് പവന് വർദ്ധിച്ചത്. ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ പണിക്കൂലിയും GSTയും അടക്കം പവന് 80,000 രൂപ നൽകേണ്ടി വരും. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ നഗരത്തിൽ മിന്നൽ പ്രളയം. തൃശൂർ അക്വാട്ടിക് ലൈനിലെ 10ഓളം വീടുകളിൽ വെള്ളം കയറി. നിരവധി വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചു. ഇക്കണ്ട വാര്യർ റോഡും മുണ്ടുപാലം റോഡും കനത്ത വെള്ളക്കെട്ടിൽ. ജില്ലയിലെ മലയോര മേഖലയെ വിറപ്പിച്ച് കനത്ത മഴ. പാലപ്പിള്ളിയിലും വെള്ളിക്കുളങ്ങരയിലും നിരവധി വീടുകളിൽ വെള്ളം കയറി. കല്ലൂർ കിഴക്കൻ മേഖലയിൽ മണ്ണിടിച്ചൽ. പുത്തൂർ പ്ലാസ്റ്റിക് കമ്പനിയിൽ വെള്ളം ഇരച്ചു കയറി ലക്ഷങ്ങളുടെ നഷ്ടം. ചേലക്കരയിൽ മലവെള്ളപ്പാച്ചിൽ. ആറ്റൂർ കമ്പനിപ്പടി പരിസരത്താണ് അതിശക്തമായ മലവെള്ളപ്പാച്ചിലുണ്ടായത്. ചേലക്കര പ്ലാഴി സംസ്ഥാന പാതയിൽ വാഹന ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. ശക്തമായി വീശിയടിച്ച് കടൽക്കാറ്റ്. മത്സ്യബന്ധന യാനകൾ കരയിലേക്ക് മടങ്ങിത്തുടങ്ങി. കനത്ത മഴയിൽ പുഴകളിലും ജലനിരപ്പുയർന്നു. മുള്ളൂർക്കര ആറ്റൂരിൽ കാട്ടാനയിറങ്ങി യുവതിയെ ഓടിച്ചു. അസുരൻകുണ്ട് വനമേഖലയിൽ നിന്നിറങ്ങിയ കാട്ടാനയാണ് പമ്പ് ഓപ്പറേറ്ററെ ഓടിപ്പിച്ചത്. പേരാമംഗലത്ത് സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് 3 വാഹനങ്ങളിൽ ഇടിച്ചു. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്ത് ലോറി കുഴിയിൽ വീണ് ചരിഞ്ഞു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.